നമുക്ക് നമ്മുടെ സുന്ദര നായകനെ വിളിക്കട്ടെ. റൊമാന്റിക് ഹീറോയാണ്. അതെ, ഇവിടെ അരക്കിൽ അങ്ങോട്ട് വിളിച്ച് രണ്ട് ഡയലോഗ് ഒക്കെ പറയട്ടെ. അപ്പൊ നല്ല കൈയോടി സൈനികർക്ക് നമുക്ക് അതിനിപ്പോ ഇവിടെ റൊമാന്റിക് ഹീറോയ്ക്ക് ഒരു പ്രണയജനം പോലെ ഒരു കൊടുക്കാനൊരു കൊടുക്കേണ്ട ഒരുപാട് സന്തോഷം BMC ക്യാമ്പസിലേക്ക് വീണ്ടും വരാൻ പറ്റിയത്. ഇവിടുത്തെ പുറത്തെ ഗ്രൗണ്ടിൽ ഞാൻ കുറേ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. കോളേജിൻ്റെ ഒരു ഫംഗ്ഷന് ഞാൻ വന്നിട്ടുണ്ട്, എനിക്കത് കറക്റ്റായിട്ട് ഓർമ്മയില്ല എന്തായിരുന്നു. നിങ്ങളൊക്കെ ഇവിടെ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പായിരിക്കും. അപ്പോൾ നമ്മുടെ വിഷയം അഭിലാഷമാണ്. കുറേ കാര്യങ്ങൾ ഷംസ് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പഠിച്ചു വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഷംസ് അത് അടിച്ചു വാരി പറഞ്ഞത്. അപ്പോൾ ഇപ്പം വിഷയമില്ലാണ്ട് പക്ഷേ ഷംസ് പറഞ്ഞതുപോലെ 2004 മയൂഖ് എന്ന് പറഞ്ഞ പടത്തിൽ ആണ് ഞാൻ ആദ്യം അവസാനമായിട്ടും റൊമാൻസ് ചെയ്തെന്ന് തോന്നുന്നു. അതിനുശേഷം ഒരു റൊമാൻറ്റിക് മൂവിയിൽ എൻ്റെ കഥാപാത്രത്തിൻ്റെ റൊമാൻസും കൂടെ ഉള്ളൊരു സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞാൻ ഷംസിനോടും ജനിത് കാച്ചപ്പോലോടും പറഞ്ഞു നമുക്ക് അങ്ങനത്തെ ഒരു സിനിമ ചെയ്യണം. അപ്പോൾ അവർ അടുത്തതായി ചോദിച്ചു ഈ പ്രായത്തിൽ വേണമെന്ന് ചോദിച്ചു. ഞാൻ കൺവിൻസ് ചെയ്തത് ഞാനൊന്ന് സുരേഷ് കൃഷ്ണയായി മാറി. അങ്ങനെ അവർ ജനിത് കാച്ചപ്പള്ളി ഒരു സബ്ജക്റ്റ് എഴുതി. അതാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന അഭിലാഷം. ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത് സഹൃദയരായ രണ്ട് പ്രൊഡ്യൂസേഴ്സിനോടാണ്, ആൻ സരികയും ശങ്കർദാസും. ശങ്കരേട്ടനും ആൻ സരികയും ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ മീറ്റ് ചെയ്യുകയും അപ്പോൾ അന്ന് നമ്മൾ വേറൊരു ഏതെങ്കിലും ഒരു നല്ല പ്രൊജക്റ്റ് ചെയ്യാനുള്ളൊരു തീരുമാനത്തിലേക്ക് തീരുമാനം എടുക്കുകയും ചെയ്തു. അങ്ങനെ ശങ്കരേട്ടനെ വിളിച്ച് ചെയ്യാൻ ഇങ്ങനെ ഒരു കഥയുണ്ടെന്ന് കേട്ടു നോക്കൂ, ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കട്ടയ്ക്ക് നമ്മുടെ കൂടെ തന്നെ ശങ്കരേട്ടനും ആനും ഒരുപാട് നന്ദി. ഈ നിമിഷം വരെ നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്നവരാണ്. റിലീസ് നമ്മുടെ ഈ പറഞ്ഞ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ലാലേട്ടൻ്റെ എമ്പുരാൻ്റെ റിലീസിന് ശേഷമായിരിക്കും. എമ്പുരാൻ്റെ കൂടെ ഈ പടം റിലീസ് ചെയ്യാനുള്ളൊരു ചങ്കൂറ്റാണ്. ഞാൻ ശങ്കരേട്ടനിലും ആനിലും ഞാനിപ്പോൾ കണ്ടു. ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ചാൻസ് സോഫ്റ്റാൽ മാത്രമേ കണ്ടുള്ളൂ. അത്രയ്ക്ക് ചങ്കൂറ്റാണ് ഇവിടെ. സിനിമ നിങ്ങളെ എല്ലാവരും എൻ്റർടൈൻ ചെയ്യും, അത് 100% ഉറപ്പാണ്. ഇപ്പം നിങ്ങൾ ഈ പാട്ട് കണ്ടില്ലേ, ഈ പാട്ടിൻ്റെ ഫ്ലേവറിലുള്ളൊരു സിനിമയാണ്. പ്രണയം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലേ, നമ്മളെല്ലാവരും മനസ്സിലുണ്ട് ഇല്ലേ? ഒരാൾ മാത്രമേ ഉള്ളൂ പ്രണയം മനസ്സിലുണ്ടെന്ന്. എല്ലാവരും മനസ്സിലില്ലേ പ്രണയം? ഓക്കെ, ഞാനും നിങ്ങളുടെ അവസ്ഥയിലായിരുന്നെങ്കിൽ ഞാനും കുറച്ച് ഇംപ്രൂവ്മെന്റ് ആയത് കാരണം ഞാനും ചിലപ്പം തുറന്നു പറയില്ല. പക്ഷേ മനുഷ്യർക്കുള്ള ഒരു കാര്യമാണല്ലോ പ്രണയം. അത് വളരെ മനോഹരമായിട്ട് സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഷംസു സൈബ. ഉറപ്പായിട്ടും നിങ്ങൾ ഈ സിനിമ, നിങ്ങൾ എത്ര പേര് സിനിമയ്ക്ക് പോകുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഉറപ്പായിട്ടും സിനിമ കാണണം. ആ സിനിമ നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കും. നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ കാണും, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അനുഭവിക്കാൻ പോകുന്നതായിരിക്കും ഈ സിനിമ പറയാൻ പോകുന്നത്. സോ എല്ലാവരും നമ്മൾ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ലല്ലോ അല്ലേ? അപ്പൊ ഈ റിലീസാണ് നമ്മുടെ പടം. നിങ്ങൾ സമയം കിട്ടുന്നതനുസരിച്ച് ഉറപ്പായിട്ട് തിയേറ്ററിൽ പോയി കാണുക. നിങ്ങൾ കൊടുക്കുന്ന കാശിന് വർത്തായിരിക്കും ഈ സിനിമ. പിന്നെ വേറെന്താ പറയുക, എൻ്റെ പ്രണയത്തെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞു. അതൊരു വലിയ കഥയാണ്. അത് ഞാൻ ഇവിടെ പറഞ്ഞാലത് കുറെ സമയം എടുക്കും. ഇപ്പം ലാഗ് ഫീൽ ചെയ്യും. നമ്മുടെ പടത്തിൽ ലാഗ് ഇല്ല കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ എൻ്റെ പ്രണയകഥ ജീവിതം പറഞ്ഞാൽ ചിലപ്പോൾ ലാഗ് അടിക്കും. അപ്പോൾ അത് കാരണം ഞാൻ അതിലേക്ക് ഞങ്ങൾ കൂടുതൽ പോകുന്നില്ല. പക്ഷെ ജൂനിയർ കോളേജിൽ ഒരു പെൺകുട്ടിയെ എനിക്ക് ഇഷ്ടമായിരുന്നു. വൺ വേ ട്രാഫിക് ആയിരുന്നു എന്നുള്ളത് ഞാൻ ആ കുട്ടിയുടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്. ഞാൻ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒരു ക്ലാസ്മേറ്റിന്റെ സ്പ്ലെൻഡറിന്റെ പുറകിൽ നിന്ന് ആ
കുട്ടി സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടു. എൻ്റെ സംശയം പോലെ തന്നെ അത് സത്യമായിരുന്നു. അവർ തമ്മിൽ ഓൾറെഡി ഒരു പ്രണയത്തിലായിരുന്നു. അപ്പൊ ഇതായിരുന്നു എൻ്റെ പ്രണയകഥ. അങ്ങനെ ജീവിതത്തിൽ ലൂസറായിട്ട് അങ്ങനെ പോയി ലാസ്റ്റ് ഞാൻ വിൻ ചെയ്തു. ഞാൻ അനുപമ എന്ന് പറഞ്ഞ എൻ്റെ ഭാര്യയെ സ്നേഹിച്ചു, ഭാര്യ എന്നെ സ്നേഹിച്ചു. ഞങ്ങൾ കല്യാണം കഴിച്ചു. അങ്ങനെ സൈജു കുറുപ്പ് ജീവിതത്തിൽ ആദ്യമായിട്ട് ജയിച്ചു, അനുപമയെ കിട്ടി. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ സംഭവിക്കും. നമ്മൾ യൂസ് ചെയ്യും പലപ്പോഴും, പക്ഷെ അവിടെ നിന്ന് നിങ്ങൾ നിരാശരാകരുത്. നമുക്കൊരു സമയം ഉണ്ടാകും, നമ്മൾ ജയിച്ചിരിക്കും. ഇപ്പൊ സിനിമയിൽ വന്നിട്ട് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ 8 വർഷം എനിക്ക് ജയം കിട്ടിയില്ലായിരുന്നു. അതിനുശേഷം 2012 ഒരു സിനിമ വന്നു, റിവൈവൽ റോഡ്സ് എന്ന് പറഞ്ഞ്, അതൊരു വലിയ ഹിറ്റായി, അതിന്റെ കഥാപാത്രം ഹിറ്റായി. പക്ഷെ 8 വർഷം എനിക്ക് കാത്തിരിക്കേണ്ടി വന്നു. പക്ഷെ കാത്തിരിപ്പ് പെർസിസ്റ്റന്റ് ആയിട്ടുള്ള കാത്തിരിപ്പ്, നമ്മൾ അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് കരിയർ യൂസ് ചെയ്താലും നമ്മൾ വിൻ ചെയ്യും, അത് ഉറപ്പാണ്. അഭിലാഷത്തിന്റെ വേറെ ഒരു ഇതെന്ന് വെച്ചാൽ, ആ കഥയുടെ ഒരു സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് നോസ്റ്റാൾജിയ അടിക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. നമ്മൾ ഇപ്പൊ തേജാവില്ല, നമ്മളൊരു പ്രത്യേക സാഹചര്യം നമുക്ക് പെട്ടെന്ന് തോന്നുന്നു നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സൗണ്ട് കേട്ടാൽ നമുക്ക് നോസ്റ്റാൾജിയ വരും. നമ്മൾ കൊച്ചിനെ തൊട്ട് നമ്മൾ കേട്ടിട്ടുള്ളൊരു സൗണ്ട്. ഇതിൻ്റെ അകത്ത് മണമാണ്, സെന്റ്. ആക്ച്വലി സെന്റ് ഓഫ് ലവ് ആണ് അഭിലാഷം. ആ മണം കിട്ടുമ്പോൾ നമുക്കുണ്ടാകില്ല. ചിലപ്പോൾ അതൊരു നല്ല മണമായിരിക്കാം, മോശം മണമായിരിക്കാം, പക്ഷെ പെട്ടെന്ന് നമുക്ക് നോസ്റ്റാൾജിയ അടിക്കും. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന പല സംഭവത്തിലേക്ക് നമ്മുടെ മനസ്സ് പോകും ആ ഒരു മണം കിട്ടുമ്പോഴത്തേക്കും. അതിനെപ്പറ്റി ഉള്ളൊരു സിനിമയാണ് അഭിലാഷം. അപ്പൊ എന്തായാലും ബാക്കിയുള്ളത് സംസാരിക്കട്ടെ. നിങ്ങൾ എല്ലാവരും പക്ഷേ സിനിമ കാണണം കേട്ടോ. സിനിമ നിങ്ങൾ എൻജോയ് ചെയ്യും ഉറപ്പായിട്ടും. അഭിലാഷം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഈ റിലീസാണ്, ഈ റിലീസിന് കാണാൻ പറ്റിയ സിനിമയാണ്. ഡെഫിനറ്റ്ലി നമ്മുടെ എല്ലാവരുടെയും, ഞാൻ അഭിലാഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ അംശം പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ഫസ്റ്റ് പ്രിഫറൻസ് എമ്പുരാൻ തന്നെയാണ്. എമ്പുരാൻ നമ്മൾ കാണും, അതിനുശേഷമായിരിക്കും നമ്മുടെ പടം വരുന്നത്. അതുകൊണ്ട് പരിഗണിക്കണം. താങ്ക് യു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.